നമസ്കാരം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഇരവിപുരം കൃഷിഭവന് കീഴിൽ മനോഹരമായ രീതിയിൽ മട്ടുപ്പാവ് കൃഷി ചെയ്യുന്ന ശ്രീമതി നസീമയും ഭർത്താവ് സലീമിനെയുമാണ്. എങ്ങനെയാണ് നമ്മൾ കൃഷിയിലേക്ക് എത്തിപ്പെട്ടതെന്ന് പറയാമോ? കൃഷിയിലേക്ക് എത്തിപ്പെട്ടത് നേരത്തെ ജോലി ഉണ്ടായിരുന്നു ഫൈനാൻസിങ് കമ്പനിയിൽ. അപ്പൊ ജോലിക്ക് പോകുന്നതിന്റെ ഇടയിൽ കൂടെ ആദ്യമായിട്ട് ഞാൻ ഇവിടെ മേളിൽ കൃഷി ചെയ്തു തുടങ്ങിയത് ധന്യ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് സാധനം മേടിക്കുന്ന കവറിനകത്ത് കൃഷി ചെയ്തു തുടങ്ങി. അപ്പൊ പിന്നെ ഹസ്ബൻഡ് ഇല്ല സുനാമി ഫ്ലാറ്റിന്റെ അവിടെ മണ്ണെടുത്തത് വിറ്റ് അങ്ങനെ ഒരു ലോഡ് മണ്ണിറക്കി ഞങ്ങൾ മേളില് ഗ്രോ ബാഗിലും ചട്ടിയിലും ഒക്കെ കൃഷി ചെയ്തു തുടങ്ങി. നമ്മുടെ ആവശ്യത്തിനുള്ള പച്ചക്കറികളെല്ലാം കിട്ടുമായിരുന്നു. അധികമുള്ളത് നമ്മുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ഒക്കെ പങ്കുവെക്കുമായിരുന്നു. കൃഷിഭവനുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോൾ പച്ചക്കറിയൊക്കെ ഇങ്ങനെ വെറുതെ കൊടുക്കണ്ട, നമുക്കൊരു വിപണിയൊക്കെ രൂപീകരിച്ച് കൂടുതൽ ജനങ്ങളിൽ എത്തിക്കാൻ സാമ്പത്തിക ലാഭവും കൂടി കിട്ടി. അപ്പൊ നമുക്ക് വിത്തും വളവും ഒക്കെ വാങ്ങിക്കാനുള്ള പൈസയും ആയി. പിന്നെ കൃഷിഭവന്റെ സഹായവും അങ്ങനെ ചെയ്ത് തുടങ്ങി. അങ്ങ് എത്ര വർഷമായി കാണും? ഇപ്പൊ 17 വർഷം. 17 വർഷമായിട്ട് ചെയ്യാം. 17 വർഷം. ഞങ്ങൾ ഈ വീട് വെച്ചിട്ട് ആദ്യം തുടങ്ങിയത് കൃഷിയാണ്. പിന്നെയാണ് വീടിനകത്തേക്കുള്ള കാര്യങ്ങൾ. നമ്മൾ എന്തൊക്കെ ചെയ്യുന്നുണ്ട്? ഇപ്പം വെണ്ട, തക്കാളി, മുളക്, പയറ്, വഴുതന, കാബേജ്, കോളിഫ്ലവർ, ചീര, സീറ്റ് അമ്പഴം, ബേറാപ്പിള്, ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട്. കുറെ ചെടികളും ഫ്രൂട്ട്സ് ഐറ്റംസ്, പച്ചക്കറി എല്ലാം നമ്മൾ ചെയ്യുന്നു. പച്ചക്കറി എല്ലാം ഉണ്ട്. അത് ടെറസില്. പിന്നെ താഴെയും ഉണ്ട് കുറെ ചേന, ചേമ്പ്, വാഴ, അങ്ങനെ കാച്ചിലെല്ലാം. ഇതിന്റെയൊക്കെ പരിചരണം എങ്ങനെ? ഇതിന്റെയൊക്കെ പരിചരണം നമ്മുടെ വീട്ടിൽ തന്നെ ഒരു 2-3 പോത്തിനെയൊക്കെ മേടിച്ച്, പിന്നെ അതിന്റെ വളമാണ്. പിന്നെ നമ്മുടെ വീട്ടിലെ അടുക്കള വേസ്റ്റുകളും അഴുകി ചേരുന്ന എല്ലാ വേസ്റ്റും ഇട്ട് നമുക്ക് വളം, നമ്മൾ തന്നെ വളം ഉണ്ടാകും. ഹസ്ബൻഡിന്റെ സഹായത്തോടു കൂടിയാണ്. ഹസ്ബൻഡും കൂടെ സഹായിച്ചോണ്ടാ ഇത്രയും ചെയ്യാൻ പറ്റുന്ന. എന്നെ കൊണ്ട് ജോലിക്ക് പോകുന്നില്ല, ഇല്ല. ഇപ്പൊ ഇത് മാത്രമേ ഉള്ളൂ. അങ്ങനെ കഴിയുന്നു. വിപണി ആദ്യകാലം അമൃതോളത്തിന്റെ അടുത്തുള്ള കൃഷി അവിടെ ആയിരുന്നു ഞങ്ങളുടെ ആദ്യം ഒരുമ കാർഷിക സംഘടന. അങ്ങനെ അവിടെ ആയിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പം വീണ്ടും പഴയാറ്റുംകുഴിയിലായിരുന്നു. പിന്നെ ആളുകളൊക്കെ വീട്ടിൽ വന്നും ഒക്കെ കൊണ്ടുപോകും, വിളിച്ച് ചോദിക്കും ഇന്ന സാധനങ്ങളുണ്ടോ. അപ്പൊ ഉള്ളതൊക്കെ നമ്മുടെ ആവശ്യം കഴിഞ്ഞുള്ളതൊക്കെ കൊടുക്കും എല്ലാവർക്കും. ഇപ്പോഴും ആഴ്ചയിൽ ഒരു 100-500 രൂപയുടെ, ഈ മഴയായിട്ടും 100-500 രൂപയുടെ പച്ചക്കറിയൊക്കെ കൊടുക്കും. മഴയെന്നോ വെയിലെന്നോ ഒന്നും ഇല്ലാതെ എന്നും കൃഷി ചെയ്യും. സീറ്റ് അമ്പഴം, അത് പഴുത്താൻ നല്ല മധുരമാണ്. എത്ര നാളെ വിളവ്? അതിന്റെ എന്നും ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കും. അത് വർഷം മൊത്തം പിടിക്കും. ഈ ഉള്ള പൂ തീർന്നു കഴിയുമ്പോ എന്താണ്ട ഇപ്പൊ തന്നെ കാ കിടക്കുന്നുണ്ടോ? ഈ കാ തീരുമ്പോഴത്തേക്ക് അടുത്ത പൂവായി വരും. പിന്നെ ദാണ്ട ഈ ഇത് ബേറാപ്പിള് നിറച്ചങ്ങുണ്ടായിരുന്നു, നിറച്ച് പിടിച്ചായിരുന്നു. ഇപ്പൊ അത് തീർന്ന് ഇനിയിപ്പൊ ഈ ഇതിനകത്ത് ഇപ്പൊ ശരിക്കും പിടിച്ചോളും. കൃഷി ആരംഭിക്കുന്ന രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഓരോ കാപ്പിയും കുടിച്ചു കേറും. അതിനകത്ത് ഇച്ചിരി വെയിൽ ഉദിക്കുന്നിടം വരെ. വെയിലായി കഴിഞ്ഞാൽ മോളി വലിയ പാടാ. അത് കഴിഞ്ഞ് പിന്നെ വൈകിട്ടേ മേളി കയറും. പിന്നെ താഴെ തണലനുസരിച്ച് താഴെയുള്ളതും അങ്ങനെ അങ്ങ് പരിചരിക്കും രണ്ടുപേരൂടെ. നല്ല വെണ്ടയ്ക്കൊക്കെ നല്ല പിടിച്ചു നിൽപ്പുണ്ട്, നല്ല. ഇനി ഇതിനങ്ങ് ഒത്തിരി ബ്രാഞ്ച് പൊട്ടി വരും ഈ വെണ്ടയ്ക്കൊക്കെ. ഈ വിത്ത് തന്നെയാണോ? ഇത് തന്നെ ഉണക്കി വിത്താക്കിയാണ്? ഇല്ല, ഈ ഹൈബ്രിഡ് വിത്ത് നമുക്ക് അത് തന്നെ ഇട്ടാ വിളവ് അധികം കിട്ടത്തില്ല. അതുകൊണ്ട് എല്ലാ പ്രാവശ്യം ഹൈബ്രിഡ് വിത്തുകൾ കൃഷിഭവനിൽ സൗജന്യമായിട്ടും തരും. പിന്നെ നമ്മൾ കാശ് കൊടുത്തും മേടിക്കും. എന്നും അങ്ങ് കൃഷിഭവനിൽ നിന്ന് കിട്ടത്തില്ലല്ലോ. അവർക്ക് ഓരോ പ്രോജക്റ്റുകൾ വരുന്നതനുസരിച്ച് നമുക്ക്. പയറൊക്കെ എങ്ങനെയാ പരിചരണം? പയറിന് പ്രത്യേകിച്ച് ഒരു പരിചരണം ഒന്നും ഇല്ല. അതിന് ഇച്ചിരി വളവും കൊടുക്കും. പിന്നെ നമ്മള് ചാണകം, പിന്നെ ഇച്ചിരി ചാമ്പല്, പിന്നെ ഇതിന് മുഞ്ഞ് കയറാതെ വേപ്പെണ്ണ, വെളുത്തുള്ളി മുഞ്ഞ് കയറും. വേപ്പെണ്ണ, വെളുത്തുള്ളി മിശ്രിതമൊക്കെ അടിക്കും. കഴിഞ്ഞ 2 മാസം മുമ്പേ ഇന്റഗ്രേറ്റഡ് കൃഷി രീതി എന്നും പറഞ്ഞുള്ള ഒരു ക്ലാസ് ഒക്കെ ഉണ്ടായിരുന്നു. സർട്ടിഫിക്കറ്റ് ഒക്കെ തരും. 3 ദിവസത്തെ ക്ലാസ് ഉണ്ടായിരുന്നു. കൃഷിഭവനിൽ നിന്ന് ഇങ്ങനെ ഓരോ ക്ലാസ്സുകൾക്ക് വിടും. പിന്നെ കൃഷിഭവൻ ഓരോ ടൂറൊക്കെ സംഘടിപ്പിച്ച് അങ്ങനെയാണ് നമ്മള് പിന്നെ കേരള സർക്കാരിന്റെ വിത്തുൽപാദന കേന്ദ്രം ഇടുക്കിയില് അവിടെ പോയിട്ടാണ് ഈ വെണ്ട, ഈ നല്ല നീളമുള്ള പയറ്, നല്ല നീളം ആ പയറിനൊക്കെ,
പയറ് അതെല്ലാം അവിടുന്ന് വിത്ത് വാങ്ങിക്കൊണ്ട് വന്നതാ. വളങ്ങള് നമ്മള് ചാണകം, ജൈവവളങ്ങളാണ് കൂടുതൽ. ജൈവവളമേ ചേർക്കുന്നുള്ളൂ ഇവിടെ, നമ്മള് അല്ലാത്ത വളം ഇടുന്നില്ല. അതുകൊണ്ട് നമുക്ക് പിന്നെ കൂടുതൽ ഉൽപാദനമാണോ ഉണ്ടാവുന്നത്? കൂടുതൽ ഉൽപാദനം മറ്റേത് ഇടുമ്പോഴോ എന്തോ കിട്ടുന്നുള്ള അത് നമുക്ക് അത്ര അറിയത്തില്ല. ചാണകം ഉണക്കി പൊടിച്ചതും ഇടും, പിന്നെ പച്ച ചാണകം, വേപ്പും പിണ്ണാക്കും, മറ്റേ കപ്പലണ്ടി പിണ്ണാക്കുണ്ട്, ഇതുമായിട്ട് പുളിപ്പിച്ച് ശകല എല്ലുപൊടി എല്ലാം കൂടെ പുളിപ്പിച്ചിട്ട് പിന്നെ അത് നീർപ്പിച്ച് കോരി എല്ലാത്തിനൊക്കെ ഒഴിച്ചു കൊടുക്കും. അപ്പൊ അത് പൂവും കായും ഒക്കെ ഉണ്ടാകാൻ നല്ലതാണ്. പുതിയതായിട്ട് നമ്മള് ചോളം പരീക്ഷിച്ചു. ചോളത്തിന്റെ വിത്തെടുത്ത ഇരിപ്പുണ്ട്. ചോളം കഴിഞ്ഞ് അത് ഇവിടെ നമ്മള് സീസൺ നോക്കിയല്ല, അപ്പോഴും കിട്ടുന്ന വിത്തുകൾ ഇടും. അപ്പോഴും തോന്നുന്നത് ഏതാന്ന് വെച്ചാൽ അതങ്ങ് 3-4 സൈസ് വഴുതനകളുണ്ട്. പച്ച വഴുതന ഉണ്ടോ, ഇതങ്ങ് ഇഷ്ടം പോലെ പിടിക്കും. പച്ച വഴുതന ഉണ്ട്, അവിടെ നിപ്പോണ്ട് പച്ച വഴുതന. പിന്നെ ഇതൊക്കെ വയലറ്റാ, കായായി വരുന്നേ ഉള്ളു. വെണ്ട തന്നെ 2-3 സൈസ് ഉണ്ട്. ആനക്കൊമ്പൻ വെണ്ട, നമ്മുടെ നാടൻ വെണ്ടയുണ്ട്. പിന്നെ ഇത് വലിയ മരം പോലാകുന്ന വെണ്ട താഴെ. ജമന്തി ചെടി വളർത്തുന്നുണ്ടല്ലോ, കീടബാധ ഉണ്ടാകാതിരിക്കാൻ വളർത്തിയതാ ജമന്തി. നസീമയുടെ കൃഷി കണ്ടിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടോ? കൃഷിയിലേക്ക് ആരെങ്കിലും തിരിഞ്ഞു വന്നിട്ടുണ്ടോ? പലരും കൃഷി ചെയ്യുന്നുണ്ട്. പച്ചക്കറി നമ്മളെ മാതൃകയാക്കി നമ്മൾ പച്ചക്കറി കൊടുക്കുമ്പോ അത് കഴിച്ചിട്ട് പിന്നെ നമ്മുടെ ഇന്ന് തൈ ഉണ്ടെങ്കിൽ 2 തൈ തരണമെന്നൊക്കെ പറയുമ്പോ നമ്മള് തൈയും വിത്തും ഒക്കെ കൊടുത്ത് അങ്ങനെ കൃഷി. അതായത് നമ്മുടെ കടകളിൽ രാസവളം അടിച്ച് വാങ്ങുന്നതിനേക്കാൾ സ്വാദ് നമ്മളെ വീട്ടിൽ നിന്ന് കിട്ടുന്നതിനുണ്ടാകും. അപ്പൊ അത് കണ്ടിട്ട് കൃഷിയിലേക്ക് വന്നവരുണ്ട്. ഭർത്താവിന്റെ സഹായം ഉണ്ട്. വളങ്ങളെല്ലാം മേളിൽ എത്തിച്ചേരുന്നത് പുള്ളിയല്ലേ. താഴേന്ന് ഈ മണ്ണ് മൊത്തം മേളിൽ കയറ്റി തന്നത് ഹസ്ബൻഡ്. കാബേജും കോളിഫ്ലവറും ഒക്കെ നമ്മുടെ നാട്ടില് സുലഭമായിട്ട് പിടിക്കുന്നുണ്ട്. കോളിഫ്ലവർ മഞ്ഞുകാലം മാത്രമല്ല, എല്ലാ കാലത്തും കോളിഫ്ലവർ പിടിക്കുന്ന. അതിന്റെ അടിയിൽ കോളിഫ്ലവർ വന്നിരിക്കുന്നുണ്ടോ, ഇപ്പോഴും പൂവുണ്ട്. ഞാൻ ആ കോളിഫ്ലവറിനകത്തുനിന്ന് തൈകൾ ഉത്പാദിപ്പിച്ച് ഇപ്പൊ 4-5 തലമുറ കോളിഫ്ലവർ ആയി. മഴക്കാലം ആകുമ്പോ ടെറസ് കൃഷി എല്ലാം പറക്കി കെട്ടി മാറ്റും. പാടാന്നാ പറയുന്നത് ടെറസ് കൃഷി. നമ്മൾ മഴക്കാലത്തും എല്ലാം ചെയ്യും. 17 കൊല്ലം ചെയ്യുന്നതുകൊണ്ട് നമുക്ക് അതിന്റെ ഒരു പരിചയം ഉണ്ട്. 17 വർഷം കൊണ്ടേ ചെയ്യുന്നുണ്ട്. ഇപ്പൊ കുറച്ചായിട്ടേ ഉള്ളു നമ്മളിത്. പിന്നെ ഇങ്ങനെയൊക്കെ എല്ലാരും കൃഷിഭവനിൽ നിന്ന് തന്നെ ഇത്രയും വർഷം കൃഷി ചെയ്തിട്ട് ഈ 2025 ആയപ്പോഴത്തേക്ക് എനിക്ക് അവിടുന്ന് പുരസ്കാരം കിട്ടി. ഈ വർഷത്തെ ഇരവിപുരം കൃഷിഭവന്റെ നല്ല കർഷകയ്ക്കുള്ള പുരസ്കാരം കിട്ടി. പുതിയ തലമുറ കൃഷിയിലേക്ക് വരുന്നില്ലല്ലോ, അവരോട് എന്താ വീട്ടമ്മമാർക്കായാലും എന്താണ് പറയാനുള്ളത്? അവരോടൊക്കെ മൊബൈലിൽ ഒരു സമയം കളയുന്നുണ്ട്. അപ്പൊ സമയം കളയുന്നവർക്ക് ചെയ്യാവുന്നതാണ് ഈ സംരംഭം. നമ്മുടെ ജീവിത വിജയം തന്നെ അതിനൊരു കാരണം. ചെറുതായിട്ട് തുടങ്ങിയാൽ മതി. നമുക്ക് വിഷം അടിക്കാത്ത പച്ചക്കറികൾ നമ്മുടെ വീട്ടിലേക്കുള്ളത് കിട്ടും, വിപണിയിൽ എത്തിച്ച് നാട്ടുകാരിലും എത്തിക്കാൻ പറ്റും. ഒരു ദിവസം ചിലപ്പോൾ നമുക്ക് ഒരു 100 രൂപയുടെ മീൻ മേടിക്കാൻ വേറെ പൈസ ഇല്ലെങ്കിലും ഈ പച്ചക്കറിക്കകത്തുനിന്ന് 1/2 കിലോ വെണ്ടയ്ക്ക് 1/2 കിലോ തക്കാളിയും കൂടെ കൊടുക്കുമ്പോൾ തന്നെ 100 രൂപ കിട്ടും. നമുക്ക് മീൻ മേടിക്കാനുള്ള പൈസ ആയാലും അങ്ങനെ കിട്ടും. പുതുതായിട്ട് കൃഷിയിലേക്ക് വരണമെന്നാണ് എല്ലാവരും വരണം. ഇപ്പോഴും ഒരുപാട് പിന്നെ ഉദ്യോഗസ്ഥരായിട്ടുള്ള സ്ത്രീകൾ ആ സമയം കഴിഞ്ഞിട്ടും വീട്ടിൽ പച്ചക്കറി കൃഷി ചെയ്യുന്നുണ്ട്. ഈ ജോലിക്ക് പോകുന്നതിന്റെ ഇടയിൽ ഞാൻ പണ്ട് ചെയ്യുന്നത് പോലെ തന്നെ ഒരുപാട് പേര് ഇപ്പൊ ചെയ്യുന്നുണ്ട്. ജോലിക്ക് പോകുന്നവരും. നഗര കേന്ദ്രീകൃതമായ ജീവിതത്തില് മാലിന്യം ഒരു പ്രശ്നമാണല്ലോ. അപ്പൊ മാലിന്യം നമ്മൾ എങ്ങനെയാണ് സംസ്കരിക്കുന്നത്? മാലിന്യം നമ്മുടെ വീട്ടിൽ അഴുകി ചേരുന്ന എല്ലാ മാലിന്യങ്ങളും നമ്മൾ വളമാക്കി തരും. ഇതിനകത്ത് ഇത് നമുക്ക് കൃഷിഭവൻ മുഖേന കിട്ടിയത്, കോർപ്പറേഷനിൽ നിന്ന് വന്നതാണ്. അതിനകത്ത് നമ്മൾ നിക്ഷേപിച്ചിട്ട് ഇനോക്കുലം കിട്ടും. ഇതിനെ പെട്ടെന്ന് വളമാക്കി ആ ഇനോക്കുലം അതിന്റെ പുറത്തൂടെ പ്രത്യേകിച്ച് സ്മെല്ലോ അങ്ങനെ ഒരു സ്മെല്ലും ഇല്ല. നിങ്ങൾ ഇവിടെ നിന്നിട്ട് വല്ല സ്മെല്ലും ഉണ്ടോ? ഇല്ല, ഒന്നുമില്ല. ആർക്കും ഇത് ചെയ്യാവുന്നതാണ്. നമ്മളെ വീട്ടിൽ കൃഷി ചെയ്യാത്തവർക്ക് ഇത് ചെയ്യാവുന്നതാണ്. ആർക്കും ചെയ്യാം. നല്ല വളവും. ഇത് നമ്മൾ ഇച്ചിരി പച്ചക്കറിയുടെ വീട്ടിൽ ഇട്ട് കൊടുത്താൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ അതിൻ്റെതായ ഒരു പ്രത്യേകത ശരിക്കും മാറ്റം. ഈ വെണ്ട ഏത് ഇനത്തിൽപ്പെട്ടതാ? ഇത് മരവെണ്ട എന്നാണ് അറിയപ്പെടുന്നത്. അതോ ആനക്കൊമ്പൻ വെണ്ട? ആനക്കൊമ്പനല്ല, മരം വലിയ മരമായിട്ട് കുറെ നാള് നിൽക്കും. വലിയ വെണ്ടയ്ക്കയുവാ. നല്ല വണ്ണമുള്ള വെണ്ടയ്ക്ക ഒരു 3-4 എണ്ണം ഉണ്ടെങ്കിൽ 2-3 പേരുള്ളടത്തേക്ക് അത് മതി. ഒരു ദിവസത്തേക്ക്. ഇതിന്റെ വിത്ത് അതിന്റെ വിത്ത് കഴക്കൂട്ടത്ത് നമുക്ക് അവിടെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു 3 ദിവസത്തെ ഇന്റഗ്രേറ്റഡ് ഫാമിംഗ് എന്ന് പറഞ്ഞു. അപ്പൊ അവിടുന്ന് ഞങ്ങളെ ഒരു കൃഷിയിടം സന്ദർശിക്കാൻ, ഒരു ഫാം സന്ദർശിക്കാൻ കൊണ്ട് കൊട്ടാരക്കര.
അവിടുന്ന് കൊണ്ടുവന്നതാ. ആ അത് ശരി. അവിടെ ഈ വലിയ വെണ്ട നിപ്പുണ്ടായിരുന്നു. ഇതിന്റെ വിത്തും പിന്നെ അതിൽ നിന്ന് തന്നെ എടുക്കുന്നതാണ് അതോ ഒരു പ്രാവശ്യം അവിടുന്ന് കൊണ്ടുവന്ന വിത്ത് ഇട്ടതാ. ഇതിപ്പോ ഒരു പ്രാവശ്യം ആയതേ ഉള്ളു. ഇതൊക്കെ നാടനാ. ഇതൊക്കെ നമുക്ക് ഇനിയും വിത്ത് ഉപയോഗിക്കാം. നേരത്തെ കണ്ടത് മട്ടുപ്പാവിലെ കൃഷിയാണ് കണ്ടത്. ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് താഴെയുള്ള കുറച്ച് സ്ഥലത്തുള്ളതാണ്. അപ്പോൾ താഴെ എന്തൊക്കെ നമ്മൾ പ്രധാനമായിട്ട് ചെയ്യുന്നത്? താഴെ വെണ്ട, പടവലം, വഴുതന, ചീര, തക്കാളി, മുളക്, അങ്ങനെ പിന്നെ കുറെ ഫ്രൂട്ട്സ്. ഏകദേശം മുകളിലുള്ളതിന്റെ ഇരട്ടി താഴെ ഉണ്ട്. ആ ഉണ്ട്. ഇപ്പൊ ഇച്ചിരി കൂടെ കുറവാ. ഇനി കുറെ നടാനുണ്ട്. ഓ ഓ. ചേന, ചേമ്പ്, കാച്ചില്, അങ്ങനെയൊക്കെ എല്ലാം. ചേനയൊക്കെ വലിയ മരമായിരിക്കുന്നു. ചാക്കിനകത്ത് ചേന. പുതുതായിട്ട് കൃഷിയിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകളും വീട്ടമ്മമാരും ഉണ്ടല്ലോ. അവരോടൊക്കെ എന്തെങ്കിലുമൊക്കെ ചോദിച്ചാൽ, കൃഷിയെക്കുറിച്ച് ചോദിച്ചാലൊക്കെ പറഞ്ഞു കൊടുക്കുന്ന അനുഭവപാഠങ്ങളുണ്ടല്ലോ. പറഞ്ഞു കൊടുക്കും. സമയം ഉണ്ടെങ്കിൽ അവർക്ക് ചെന്ന് ഒരു വട്ടം ചെയ്ത് കാണിച്ചു കൊടുക്കും. എല്ലാ സഹായവും ചെയ്തു. എല്ലാ സഹകരണത്തിനും തയ്യാറാണ് കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട്. ആര് വന്ന് ഞങ്ങൾക്ക് ഇങ്ങനെ ഒന്ന് ചെയ്യണമല്ലോ, അതിനെന്താ മാർഗം, അതിന്റെ പ്രാഥമിക കാര്യങ്ങളൊക്കെ എങ്ങനെയാന്ന് ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇനിയും ചോദിച്ചാലും പറഞ്ഞു കൊടുക്കും. സന്തോഷമാണ് ജീവിതം. സ്വസ്ഥം കൃഷി ഭരണം. ഏകാന്തതയേ ഇല്ല. 17 കൊല്ലമായിട്ട് കൃഷി ജീവവിശ്വാസമായിട്ട് കൊണ്ടു നടക്കുന്ന നസീമയ്ക്കും ഭർത്താവ് സലീമിനും എല്ലാവിധ ഭാവങ്ങളും പുതുതായിട്ട് ഇനിയും കടന്നു വരുന്നവർക്ക് ഇവരെ മാതൃകയാക്കാവുന്നതാണ്.